ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷെയ്ഡ് വാർപ്പിന് നമ്മൾ പൈപ്പിടിയിലാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, പല വീഡിയോസും ചെയ്തും പലരും ചോദിച്ചു എന്തിനാണ് ഈ ഷെയ്ഡിന് നമ്മളിങ്ങനെ പൈപ്പിടുന്നതെന്ന്. ഒന്ന് രണ്ട് ഉപയോഗങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടിപ്പുളി മാക്സിമം നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് മാക്സിമം വയർ ലാഭിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ്, ഇപ്പോൾ എല്ലാവരും പറയും ഏറ്റവും ടോപ്പിൽ കൂടെ കിട്ടാൻ പോരെയെന്ന്. നമ്മൾ ഏറ്റവും ടോപ്പിൽ കൂടെ ലൈറ്റ് കൺട്രോളും അതേപോലെ ഇതുപോലെ മെയിനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റിന് പോകാനുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല. പല എഞ്ചിനീയർമാരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ, ഷെയ്ഡിൽ കൂടെ തന്നെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പം അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന DB വരുന്ന ഭാഗമാണ്. ആകപ്പാടെ ഇവിടെ വരുന്ന ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്, ഒരു ബെഡ്റൂം വരുന്നുണ്ട്, അതേപോലെ ഒരു ഹാള് വരുന്നുണ്ട്, അതേപോലെ ഒരു കിച്ചൺ വരുന്നുണ്ട്. ചെറിയൊരു വീടാണ് ഇത്, 2 നില വീടായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയാണ് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇറങ്ങുന്ന ഭാഗത്തെല്ലാം അവർ ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കാണുന്നതാണ്ട് വരുന്നത് ആ കമ്പനി അതിൻ്റെ DBയുടെ ഭാഗമാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് HDP പൈപ്പാണ്. അതുകൊണ്ടല്ലേ പോളിസ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ HDP പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു റോളാണ് വരുന്നത്, 45 മീറ്ററാണ് വരുന്നത്. 15, 30, 45 അങ്ങനെയാണ് മീറ്റർ കണക്ക് വരുന്നത്. അതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 650 രൂപയാണ്. 650 ഒരു 500, 520 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈപ്പിട്ട് പോകുന്നത്. നമ്മൾ ഷെയ്ഡ് വരുന്ന, അതായത് നല്ല ബെൽറ്റ് വരുന്ന ഭാഗത്ത് മാത്രമാണ് ഇതേപോലെ പൈപ്പിട്ട് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് DBയുടെ അവിടുന്ന് നേരെ നമ്മൾ ഈ കിച്ചണിലോട്ട് ഇറങ്ങുന്നിടത്ത് നമ്മളൊരു പൈപ്പ് ഇട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ സ്വിച്ചും വരുന്നത്, അതായത് സ്വിച്ച് ബോർഡും വരുന്നത്, അതേപോലെ ഒരു ഫ്രിഡ്ജിൻ്റെ ലൈനും വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ അങ്ങേ എൻഡിൽ ബാത്റൂമിൻ്റെ അവിടെ ഇട്ട്, കാരണം അവിടെയാണ് ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡും അപ്പുറത്താണ് ഇൻവെർട്ടറും വരുന്നത്. അതിനുവേണ്ടി ഒരു പൈപ്പ് നമ്മൾ ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ കണ്ട് ഈ കിച്ചൻ്റെ ഈ സൈഡിലോട്ട് ഇവിടെയാണ് ഒരു പവർ ലൈനും, തൊട്ടിപ്പുറത്ത് കണ്ട് ഈ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ടേക്കുന്ന മോട്ടറിൻ്റെ ലൈനുമാണ്. അപ്പോൾ ഒറ്റ പൈപ്പിൽ കൂടെയാണ് 2 ലൈനുകൾ വരുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്കിവിടെ നടന്നു. അതേപോലെ തന്നെ നമ്മൾ പൈപ്പ് ഇട്ട് പോകുന്ന നേരത്ത് ഈ ഷെയ്ഡല്ല, ഈ ബെൽറ്റിൽ കൂടെ തന്നെയാണ് ഇതേപോലെ തന്നെ അകത്തി കെട്ടി വേണം പോകാൻ. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഇറങ്ങാനുള്ളതാണ്. അടുപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ കോൺക്രീറ്റും ഇറങ്ങത്തില്ല. അതുകൊണ്ട് കോൺക്രീറ്റ് ഇറങ്ങുന്ന രീതിയിൽ ഗ്യാപ്പ് ഇട്ട് വേണം, ഇതേപോലെ വേണം കെട്ടാൻ ശ്രമിക്കാൻ. അത് മസ്റ്റാണ്. അതേപോലെ നമ്മൾ ഈ ലിവിങ് ഏരിയ കയറി വരുന്നിടത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ സിറ്റ് ഔട്ടിലും ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഈ 2 പൈപ്പ് വരുന്നത്, ഒന്ന് ബെല്ലിൻ്റെയും കൂടാണ് വരുന്നത്. അതേപോലെ LED നമ്മൾ ഷെയ്ഡിൽ വരുന്ന LED അതേപോലെ ഈ സിറ്റ് ഔട്ടിലാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 2 പൈപ്പ് ഇട്ടത്. അതേപോലെ ദാണ്ടേ കാണുന്ന ബെഡ്റൂമിൽ നമ്മൾ കയറി വരുന്ന ഡോറിൻ്റെ അവിടെ ഒരു സ്വിച്ച് ബോർഡിനും വെച്ചു. അതിൽ നിന്ന് തന്നെ ഒരു പൈപ്പ് എടുത്തു. നേരെ ദാണ്ടേ നമ്മൾ ബെഡ് ഇടുന്നിടത്ത് ബെഡ് സ്വിച്ചിനും വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഷെയ്ഡിലും കണ്ടില്ലേ, ഷെയ്ഡിൽ LEDക്ക് വേണ്ടിയിട്ട് ജംഗ്ഷനും വെച്ചിട്ടുണ്ട്. 3 ഇഞ്ച് ഗ്യാപ്പാണ് വരുന്നത്. അതായത് കോൺക്രീറ്റിൻ്റെ കനമാണേ 3 ഇഞ്ചാണ് ഷെയ്ഡ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ LEDക്കും വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈപ്പ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്, നമുക്ക് മാക്സിമം വെട്ടിപ്പൊളി ഒഴിവാക്കാം എന്നുള്ളത്. വീടിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ ഇതുപോലെ വെട്ടിപ്പൊളിച്ച് ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. കാരണം മൊത്തവും പൈപ്പുകൾ ഇതുപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ പൈപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളേറെയാണ്. അതായത് വെട്ടിപ്പൊളി ഒഴിവാക്കാം, അതേപോലെ വയറ് ലാഭിക്കാം, പണി ലാഭിക്കാം, പണിക്കൂലി ലാഭിക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ശ്രമിച്ചു.